നമസ്തേ. 12/8/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്രഫലങ്ങൾ. ഈ ചൊവ്വാഴ്ച ഇടവം, മിഥുനം, തുലാം രാശിക്കാർക്ക് ശുഭകരവും, മേടം രാശിക്കാർക്ക് മധ്യമവും, ചിങ്ങം, കന്നി, കുംഭം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം, ധനു, മകരം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇന്നിപ്പോൾ കുറച്ച് കൂറുകൾക്ക് ദോഷം കൂടുതലുള്ള സമയമാണ് ചൊവ്വാഴ്ച, അല്ലേ? ശ്രദ്ധിക്കുക നമ്മളപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി മാറും. ഈ നക്ഷത്രഫലമൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതിനാണ് നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ഒന്നും പറയാനില്ലാത്തവർ അവരുടെ ദേവതയുടെ ഏതെങ്കിലും ഒരു ദേവതയുടെ നാമം കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കേൾക്കുന്നവർ. കാരണം ആ കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾക്കും അത് ഗുണമാണ്. അമ്മേ നാരായണ എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളും ആ അമ്മേ നാരായണ എന്ന സ്വരൂപത്തിലേക്ക് നാം അറിയാതെ ഒരു അല്പനേരം അറിയാതെ വരും. അത് എഴുതുകയാണെങ്കിൽ ബോധപൂർവമായി ആ സമയത്തെങ്കിലും അമ്മേ നാരായണയുടെ രൂപം നമ്മുടെ മനസ്സിൽ ഒന്ന് തെളിഞ്ഞു നിൽക്കും. അത്രയും മതി. അത് തന്നെ വലിയ കാര്യമാണ്. വലിയൊരു ക്ഷേത്ര ദർശനം നടത്തുന്ന ഗുണം കിട്ടും നമ്മൾ അമ്മേ നാരായണ എന്നൊന്ന് എഴുതിയാൽ. ഇനി അത് എഴുതുക മാത്രമല്ലല്ലോ, അത് എഴുതുകയും അതോടൊപ്പം അത് മറ്റുള്ളവർ കാണുകയും കൂടെ ചെയ്യല്ലേ. അപ്പോൾ മറ്റുള്ളവരിലും ആ ഒരു ചിത്രം നിങ്ങളുടെ എഴുത്തുകൊണ്ട്, ആ കമൻ്റ് എഴുതുന്നത് വായിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരിലും അത് ധ്വനിപ്പിക്കാനായിട്ട് കഴിയും. അത് ഇരട്ടി ഫലമാണ്. അതുകൊണ്ട് ദേവി, നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം, ദേവി നാമം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കൊക്കെ വ്യത്യസ്തമായ ദേവതകളാണുള്ളത്. ഞാൻ ആരാധിക്കുന്നതും ഞാൻ ആശ്രയിക്കുന്നതുമായ ദേവിയെ അല്ലെങ്കിൽ ദേവനെ ആയിരിക്കില്ല മറ്റുള്ളവർ ആശ്രയിക്കുക. അവനവൻ്റെ ദേവനാണ് അവനവന് പ്രാധാന്യമുള്ളത്. അത് ഏതൊരു ദേവതയെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ ധ്യാനിച്ചാലും എത്തിച്ചേരുന്നത് ആ പരമമായ ശക്തിയിൽ തന്നെയാണ്. നമ്മുടെ ഋഷീശ്വരന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, വിവിധ ഭാവങ്ങളിൽ വിവിധ രൂപങ്ങളിൽ നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ. നിങ്ങൾ ഏത് രൂപത്തിൽ ആരാധിക്കുന്നുവോ ആ രൂപത്തിൽ ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും, പ്രത്യക്ഷമാകുക ചെയ്യും. അഥവാ നിങ്ങൾക്ക് ആ രൂപത്തിൽ അനുഗ്രഹം തരിക തന്നെ ചെയ്യും എന്നാണ്. അതുകൊണ്ട് നന്നായിട്ട് ആ മനസ്സിൽ ഭഗവത് നാമം എഴുതുക. ഒരു മടിയും വിചാരിക്കേണ്ട. കാരണം നമ്മളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഒരു നാമജപത്തിലൂടെ അല്ലെങ്കിൽ ഒരു നാമലിഖിതത്തിലൂടെ ആയിരിക്കും മാറിപ്പോകുന്നത്. നമുക്കറിയില്ലല്ലോ. വലിയൊരു പ്രശ്നം ഒരു നാമലിഖിതം എഴുതുമ്പോൾ ഒഴിവായിപ്പോയാൽ അതൊരു വലിയ അനുഗ്രഹമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക, അങ്ങനെ എഴുതാനായിട്ട്. അത്രയെങ്കിലും നമുക്ക് ദേവിയെ അല്ലെങ്കിൽ ദേവനെ ആ നാമത്തെ ഒന്ന് ഓർക്കാം. അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അല്ലാണ്ട് പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കൃത്യമായി എല്ലാ ദിവസവും കിട്ടാൻ എന്തെങ്കിലും ഒരു കമൻറ്റ് ആവശ്യമാണ്. അങ്ങനെ ഉള്ളവർക്കാണ് അത് കയറി ചെല്ലുന്നത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൂടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ വിശദമായ ഫലത്തിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് മറുപടി പറയേണ്ടതായ കമൻറ്റുകളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാനൊരു പോസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ ഇതിനോട് വിശ്വാസമുള്ളവർക്ക് കേൾക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് വളരെ കുറച്ച് മാത്രമായിട്ട് പറയാം. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണപദാർത്ഥം വെറുതെ വേസ്റ്റാക്കി വല്ല കുഴിയിലോ കൊണ്ടുവന്ന് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വേസ്റ്റ് കുഴിയൊക്കെ സ്ലാബ് വെച്ച് മൂടിയിട്ട് പൈപ്പ് കമ്പോസ്റ്റൊക്കെ ആയിരിക്കും, അതിനകത്ത് ഇടുകയായിരിക്കും. നമ്മുടെ അടുക്കള വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതല്ല, ഭക്ഷണ വേസ്റ്റ്. അടുക്കള വേസ്റ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഭക്ഷണ വേസ്റ്റ്. നമ്മൾ കഴിക്കുന്ന ചോറ് അങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ വേസ്റ്റാക്കി എന്നിരിക്കും. വലിയൊരു മനുഷ്യർ വേസ്റ്റാക്കില്ല, കാരണം അവരത്രയല്ലേ എടുക്കും. അങ്ങനെയുള്ളതൊന്നും കളയരുത്. വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒരല്പം വൃത്തിയുള്ള സ്ഥലത്ത് ഒരു വൃത്തിയുള്ള പാത്രത്തിൽ അതങ്ങനെ തന്നെ വച്ചേക്കുക. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ ഏതെങ്കിലും ജീവികൾ അത് ഭക്ഷണമാക്കിക്കൊള്ളും. വിശപ്പ് നമുക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും ഉള്ളതാണ്.
വൃത്തിയുള്ളൊരു സ്ഥലത്ത് ഒരുമാതിരി വൃത്തിയുള്ള പാത്രത്തിൽ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഈ കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് എൻ്റെ അടുത്ത് കൃത്യമായി ചെയ്യുന്നതാണ്, എത്രയോ കാലങ്ങളായി ചെയ്യുന്നതാണ്. രാത്രി വെച്ചാൽ രാവിലെ ഒരു അല്പം പോലും ഒരു വറ്റ് പോലും അതിലുണ്ടാവില്ല. നമ്മളൊരു കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാലൻസ് അല്ല വയ്ക്കുക. കാരണം വീട്ടിലങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാലൻസ് ഇവിടെ അങ്ങനെ ആരും വരാറില്ല. കാരണം കുട്ടികളൊന്നും ഇല്ല, പ്രായമായവരാണ് എല്ലാവരും എന്നുള്ളതുകൊണ്ട്. പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടിപ്രായം കഴിഞ്ഞവരാണ് എല്ലാവരും എന്നുള്ളത് കൊണ്ട് വേസ്റ്റ് ആവുന്നില്ല ഭക്ഷണം, അതിനാവശ്യമുള്ളതിൻ്റെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുങ്ങൾക്ക് വേണ്ടി തന്നെ അങ്ങനെ ഒരല്പം മാറ്റി വയ്ക്കുന്നുണ്ട്, ദിവസവും വയ്ക്കുന്നുണ്ട്. അത് രാവിലെ ഒരു വറ്റ് പോലും ബാലൻസ് വരാത്ത രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ജീവികൾക്കൊക്കെ ഭക്ഷണം കിട്ടിക്കോളുമല്ലോ. വിശപ്പ് നമ്മളെപ്പോലെ തന്നെയാണ് അവർക്ക്. അത് എന്ത് ജീവിയാണ് ഏതാണ് കഴിക്കുന്നതെന്നൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിരാവിലെ ഏതെങ്കിലും പക്ഷികളൊക്കെ വന്നായിരിക്കും കഴിക്കുക. എന്തെങ്കിലും കഴിച്ചോളട്ടെ, കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിശപ്പിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുകയും ഇങ്ങനെ ഇതിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ വേസ്റ്റ് ഉള്ളതെങ്കിലും വൃത്തിയായി വെക്കാനായിട്ട് ശ്രമിക്കുക. കൊച്ചുകുട്ടികളുടെ വേസ്റ്റ് അത് നിങ്ങൾക്ക് വേസ്റ്റൊന്നും പ്രശ്നമല്ല, എന്താണെങ്കിലും കഴിച്ചോളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്യണം. ചിലപ്പോൾ ആദ്യ ദിവസം ഒരു 3-4 ദിവസമൊക്കെ ചിലപ്പോൾ കഴിച്ചില്ല എന്ന് വരും. കാരണം അത് അറിയില്ലല്ലോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടത്. അതുകൊണ്ട് അത് നിർത്തരുത്. പിറ്റേ ദിവസം അതെടുത്ത് നിങ്ങൾ സാധാരണ വേസ്റ്റ് കളയാനെടുത്ത് കളയുക. എന്നിട്ട് പാത്രം കഴുകിയിട്ട് പിന്നെയും വയ്ക്കുക. അങ്ങനെ ഒരാഴ്ചയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതുങ്ങൾ കഴിക്കാൻ തുടങ്ങും. ഇത് കഴിക്കുമ്പോൾ ഇത് വച്ചവരോട് അതുങ്ങൾ അറിയാതൊരു നന്ദി പറയും. ഏത് ജീവിയും പറയും ഈ ഭക്ഷണം നൽകിയവരുടെ. ആ നന്ദിയും നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. കമൻറ്റ് കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ കേട്ടോ. എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യുക. കമൻറ്റ് ഇടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മേടം രാശിയുടെ ഫലം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. പിതൃ മാതൃസ്ഥാനീയരിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് പെരുമാറുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലൊരു ലാളിത്യം ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ പഠിപ്പിക്കുകയല്ലല്ലോ. അപ്പോൾ അവരോട് നമ്മളൊന്ന് സോഫ്റ്റായിട്ട് പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകും എന്ന് സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട്. പൊതുവെ ആരോഗ്യ കാര്യങ്ങളിലും അത്ര മേന്മയല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എല്ലാ കാര്യങ്ങളിലും ഒരു അലസതയുണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനും ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് അതൊക്കെ മാറ്റേണ്ടതായി വരാനുള്ളൊരു സാഹചര്യവുമുണ്ട്. ആസ്മ, മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മാനസിക അസ്വസ്ഥത ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ മാനസിക അസ്വസ്ഥത പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ചന്ദ്രന് പാപഗ്രഹങ്ങളുമായിട്ടുള്ള രാശിഫലം, നക്ഷത്രഫലം ഇങ്ങനെയുള്ള ചില ബന്ധങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ദൃഷ്ടി, അംശക, അതേപോലെ ബന്ധങ്ങൾ, ദൃഷ്ടിയുടെ അംശക ബന്ധങ്ങൾ, അതേപോലെ നക്ഷത്ര ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഈ ചന്ദ്രഗ്രഹത്തിന് അങ്ങനെ വരുമ്പോൾ തന്നെ മനസ്സ് അസ്വസ്ഥമാകാനുള്ള യോഗങ്ങൾ വരും. ജാതകത്തിൽ എത്ര നല്ലതാണെങ്കിലും അവരുടെ ഗ്രഹനിലയ്ക്കനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങളും പരസ്പരം ഇങ്ങനെയുള്ള ബന്ധങ്ങളെ കണക്കൂട്ടിക്കൊണ്ടാണ് ഫലനിർവചനം നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകിൽ നല്ലൊരു പണിയുണ്ട് എന്ന് പറയുന്നത്. വെറുതെ ഇരുന്ന് പറയുകയല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പെരുമാറ്റത്തെ മാറ്റണം. ജാതകം അനുകൂലമാണെങ്കിൽ പോലും ഒരു പക്ഷേ മനസ്സിനൊക്കെ അസ്വസ്ഥ ഉണ്ടാവാൻ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ശ്രദ്ധിക്കാൻ. സഹോദര സ്ഥാനീയരെ അത്ര മേന്മയുള്ളതായിരിക്കില്ല. എന്നാൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.
പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കുവാനായിട്ടും കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യതയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് മേടം രാശിക്കാർക്ക് ഈ സമയത്ത് കഴിയും. ധനപരമായ കാര്യങ്ങളിൽ അത്ര മേന്മയുള്ള ദിവസമല്ല. ചില തടസ്സങ്ങളൊക്കെ ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാകും. പിന്നെ ഏഴര ശനി കാലഘട്ടമൊക്കെയാണ്. ജാതകത്തിൽ ഏഴര ശനി അനുകൂലം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കും. എങ്കിലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അത്ര മേന്മയുണ്ടായിരിക്കില്ല. സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നവർ തൊഴിലാളികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ഫലം കുറച്ച് നാളത്തേക്ക് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ശനിയുടെ ഇതല്ലേ. പക്ഷേ ചില സമയത്ത് ശനിക്ക് മറ്റ് ശുഭഗ്രഹങ്ങളുമായിട്ടുള്ള ഈ പറഞ്ഞ നക്ഷത്ര ബന്ധമോ അംശക ബന്ധമോ ഒക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ കാഠിന്യം കുറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ അന്നേരം ഫലം നിർവചിക്കപ്പെടുന്നത്. അത് പല ബന്ധങ്ങളുണ്ട്. അതെല്ലാം കൂടെ കണക്കൂട്ടി കഴിയുമ്പോഴാണ് ഈ ചില ദിവസങ്ങളിൽ ദോഷമില്ല എന്ന് പറയുക. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. 10 രാഹുവാണ്. എങ്കിലും ഇടവം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമാണ്. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസം ഉണ്ടാവും. മനസ്സ് ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. എന്നാൽ അലർജി രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. മറ്റുള്ളവരുമായി ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കണം. കാര്യം ശുഭകരമാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഇടവക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. എന്നാൽ ധനപരമായ കാര്യങ്ങളിലൊക്കെ അനുകൂലമാണ്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായ ദിവസം തന്നെയായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാകും. വാഹന സംബന്ധമായും മറ്റ് കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സാധ്യതയും ഈ ദിവസമുണ്ട്. തൊഴിൽ മേഖലയിൽ അനുകൂലമാണ്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം. പുതിയ തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അത് മേന്മയുള്ള സമയമാണ്. തൊഴിലാളികളിൽ നിന്നുമൊക്കെ സ്ഥാപനമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമുണ്ടാകുന്ന ഒരു സമയവുമാണ്. ലഹരി പദാർത്ഥങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ സ്ഥാപനങ്ങളിലോ ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥാപനങ്ങളിലും മറ്റും ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്നും മറ്റും ഉപയോഗിക്കുന്ന രീതിയും ഈ ദിവസം പരമാവധി ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം. ഈ ഒരു ഫലം പറയാറില്ലാത്തതാണ്. ഇന്നിങ്ങനെ പ്രത്യേകം കണ്ടതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ടാകാം എന്ന ഒരു സൂചന എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫലം പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അപകടകരമാകാതിരിക്കാനും ശ്രദ്ധിക്കണം. അതേപോലെ ഇടവക്കൂറുകാർ ഉപയോഗിക്കുകയും ചെയ്യരുത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ്. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. 10 ശനിയാണ്, ജന്മവ്യാഴമാണ്, രാഹു 9 ആണെങ്കിലും ഈ ദിവസം നല്ലതാണ് പൊതുവെ. എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ദിവസം കൂടെ ആണ്. പിത്തരോഗങ്ങളും ഉഷ്ണരോഗങ്ങളും നേത്രരോഗങ്ങളും ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ക്ഷീണം ശരീരത്തിന് അനുഭവപ്പെടും. അത് കുറച്ച് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ഈ ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ക്ഷീണത്തെ ഒഴിവാക്കുകയും ചെയ്യാം. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരും പൊതുവെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ആരോഗ്യപരമായ കാര്യങ്ങൾ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ട്. ഈ ത്വക്ക് രോഗങ്ങളൊക്കെ വരുന്നവർ അവർ ശ്രദ്ധിക്കുക. അതുപോലെ ഉദര രോഗങ്ങളുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കടബാധ്യത വർദ്ധിക്കാം. മുൻകോപം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എങ്കിലും വാക്കുകൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ടും അതൊരു പരിധിവരെ ദോഷമില്ലാതെ പോയിക്കൊള്ളും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്രദ്ധമായ പെരുമാറ്റം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാം, അത് ശ്രദ്ധിക്കണം ഉണ്ടാകാതിരിക്കാൻ. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിലെ ചില തടസ്സങ്ങൾ സഹപ്രവർത്തകരിൽ നിന്ന് ഉണ്ടാകും. മേലുദ്യോഗസ്ഥരും അത്ര മേന്മയൊന്നുമല്ല. എങ്കിലും വലിയ ദോഷം മേലുദ്യോഗസ്ഥർക്ക് ഉണ്ടാവുകയും ഇല്ല. സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമാണ്. 12 വ്യാഴം, 8 രാഹു, 9 ശനി, 2 കേതു ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമല്ലാത്തൊരു ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളെ ഒന്ന് കുറയ്ക്കാൻ കഴിയുന്ന സമയമാണ്. അഭിപ്രായ സ്ഥിരതയൊന്നും ഒരു കാര്യത്തിലുണ്ടാവില്ല. ആവശ്യമില്ലാത്ത വാക്കുകൾ രാവിലെ പറഞ്ഞത് വൈകുന്നേരം പറയാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഒക്കെ ഉള്ളവരുമായിട്ട് അറിയാവുന്നവരുമായിട്ട് സഹകരിക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം മറ്റുള്ള കൂറുകാർ. കാരണം ഇവരുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ അത് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ കാര്യങ്ങളെ മുന്നോട്ട് നിർത്താനായിട്ട് കഴിയും. നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂറുകളൊക്കെ അറിഞ്ഞിരുന്നാൽ അവർ ഈ രീതിയിലൊക്കെ ആയിരിക്കും ഇന്ന് നമ്മളോട് പ്രവർത്തിക്കുക എന്ന ഒരു സമീപനത്തോടെ നമുക്ക് അവരെ കാണുന്നതിനായിട്ട് കഴിയും. അവരോട് പറയാനല്ല, അവരെ നമുക്ക് ആ രീതിയിൽ വീക്ഷിക്കാൻ കഴിയും. എല്ലാവർക്കും അത് സംഭവിച്ചോളണമെന്നല്ലല്ലോ. അങ്ങനെ ഉണ്ടായാലും അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയും നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള അവസരവും ഒക്കെ കൊടുക്കുന്നതിനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു പരിധിവരെ കർക്കിടകൂറുകാർക്ക് ഇന്ന് കുറയും. കടബാധ്യതയും ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര മേന്മയുള്ളവരാണെന്ന് കരുതരുത്, അവർ അത്ര അനുകൂലമല്ല. എങ്കിലും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് വരാൻ കഴിയുന്ന ഒരു സമയമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ധനപരമായ ചെറിയ കഷ്ടതകളൊക്കെ വേണ്ട സമയത്ത് കിട്ടാമെന്ന് പറഞ്ഞിട്ടുള്ളത് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഫരോഗങ്ങൾ ചെറിയ പ്രയാസം സൃഷ്ടിക്കും. ജീവിത പങ്കാളി അനുകൂലമാണ്. വാഹനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ മേഖലയിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മേലുദ്യോഗസ്ഥരും അത്ര മേന്മയല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പുതിയ സുഹൃബന്ധങ്ങളെ ഇന്ന് സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നതോ നന്നായിരിക്കും. അല്ലെങ്കിൽ പുതിയ സുഹൃഭാവത്തിൽ ആരെങ്കിലുമൊക്കെ സമീപിക്കുന്നുവെങ്കിൽ അത് വളരെ കരുതലോടെ ശ്രദ്ധിക്കാനായിട്ട് കർക്കിടകൂറുകാർ ശ്രദ്ധിക്കണം. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം, 8 ശനി, ജന്മകേതുവാണ്. ചിങ്ങൻ രാശിക്കാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് മനസ്സ് പോകരുത്. പ്രത്യേകിച്ച് നമ്മൾ തൊഴിൽ മേഖലയിൽ നമ്മുടെ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. ആരുടെയെങ്കിലുമൊക്കെ ഒരു ഫോണൊക്കെ വന്നിട്ട് മനസ്സ് അസ്വസ്ഥമാക്കണ്ട. അത് വിളിച്ച് താഴെ വെച്ച് അപ്പം അവസാനിപ്പിച്ചോളണം. ആ ചിന്ത കർമ്മമേഖലയിൽ വ്യാപരിക്കുമ്പോൾ ആ ചിന്ത പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, വൃക്കരോഗം ഇത്രയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രോഗകാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ കൃത്യതയോടെ നോക്കിയിട്ടാണ്.
മെഡിക്കൽ ആസ്ട്രോളജി എന്നൊരു വിഭാഗം തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന കാലഘട്ടമാണ് ജ്യോതിഷത്തിൽ. അപ്പോൾ അത് പൂർവികമായി നമ്മുടെ പൂർവികർ തന്നിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ വളരെ ശ്രദ്ധയോടെ വിലയിരുത്തിയിട്ടാണ് ഞാൻ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങൾ എടുത്തു പറയുന്നത്. നമ്മുടെ ജാതകമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ വരാൻ കഴിയുന്ന രോഗങ്ങൾ ഏതാണ്, അതിനെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. കാരണം അതാണല്ലോ ചെയ്യാനുള്ളത്. പക്ഷേ എന്തൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനിടയിൽ ആരും സ്കാനിങ്ങും എക്സ്റേ ഒന്നും വേണ്ടല്ലോ എന്ന നിർദ്ദേശം അല്ല, എന്ന കമൻ്റ് അല്ല ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരുണ്ട്. അതല്ല, ശരിയായ രീതിയിൽ നമുക്ക് നിർദ്ദേശം നൽകാനായിട്ടൊക്കെ ഇതിന് കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ നന്നായി വരാൻ സാധ്യതയുണ്ട്, മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം, ധനപരമായി വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും, ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമാകും, അതിൻ്റെ ഒരു മേന്മയുണ്ടാകും, തൊഴിൽ രംഗത്തും വലിയ കുഴപ്പമൊന്നും പറയാനില്ല, എങ്കിലും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അത്ര മേന്മയല്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കി പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടായാൽ മതി. വലിയ കുഴപ്പമൊന്നുമില്ല. ലഹരി പദാർത്ഥങ്ങൾ ചിങ്ങക്കൂറുകാർ ഒരിക്കലും എന്നല്ല, ഈ ദിവസം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കന്നി, ഉത്രം അവസാനം 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. 7-ൽ ശനിയും 10-ൽ വ്യാഴവും 12-ൽ കേതുവും ഒക്കെയാണ് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമൊക്കെ പൊതുവെ മേന്മയുണ്ടാകും. എന്നാൽ ഒരാത്മവിശ്വാസക്കുറവ് ചിലപ്പോൾ അനുഭവപ്പെടുന്നൊരു ദിവസമായിരിക്കും. മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. മാതൃസ്ഥാനീയരും അത്ര അനുകൂലമല്ല, പക്ഷെ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ദഹനപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ വൃക്കരോഗമുള്ളവർ, അലർജി രോഗമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ത്വക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ചൊറിച്ചിൽ ഒക്കെ ഉള്ളവരുണ്ടല്ലോ, ശരീരത്തിനൊക്കെ ചൊറിച്ചിൽ, അങ്ങനെയുള്ളതൊക്കെ വരുന്നവർക്ക് മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുറച്ച് അനുകൂലമല്ലാത്ത ദിവസമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും, വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ മക്കളും ജീവിത പങ്കാളിയും ഒന്നും അത്ര അനുകൂലമല്ല, തൊഴിൽ മേഖലയിലും അത്ര മേന്മയല്ല. തൊഴിൽ സ്ഥാപനങ്ങളിൽ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവരുടെ പ്രവൃത്തികൾ ചിലപ്പോൾ അനുകൂലമായിരിക്കില്ല. പൊതുവെ തൊഴിൽ മേഖലയിൽ നമ്മൾ നടത്തുന്നൊരു സ്ഥാപനത്തിൽ നമ്മുടെ ബന്ധുജനങ്ങളില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവരെന്തെങ്കിലും ചെയ്താൽ പോലും അവരോട് പറയാതിരിക്കാൻ പറ്റാതെ വരും. ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മളുടെ ബന്ധുജനങ്ങൾക്ക് വേണ്ട വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തു കൊടുക്കുക എന്നല്ലാണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെയുള്ള ബന്ധുജനങ്ങൾ അത്ര മേന്മ പലയിടത്തും കണ്ടതായിട്ടില്ല. പക്ഷെ ചിലർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളുകളും ഇല്ല എന്നല്ല, കൂടുതലും അനുകൂലമായിട്ടുള്ളവരല്ല. കാരണം അവരോട് വഴക്ക് പറയാനോ ദേഷ്യപ്പെടാനോ പറ്റാത്ത അവസ്ഥയും ഈ തൊഴിൽ സ്ഥാപനം നടത്തുന്നവർക്കുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. ബന്ധുജനങ്ങൾ അത്ര അനുകൂലമല്ല ഈ തൊഴിൽ മേഖലയിൽ മാത്രം കേട്ടോ. തൊഴിൽ മേഖലയിൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്, പക്ഷെ തൊഴിൽ സ്ഥാപനത്തിന് അത്ര അനുകൂലമല്ല എന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തുലാം രാശി. ചിത്ര അവസാനം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 3/4 ഭാഗം. തുലാം രാശിക്ക് ഗുണകരമായ ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമാണ്. ആത്മവിശ്വാസം ഉണ്ടാവും, അലസതയൊന്നും ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് പൊതുവെ അതൊക്കെ അനുകൂലമാണ്. എന്നാൽ ഉദര രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷം കൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും. അപ്പോൾ അതൊന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കടബാധ്യതയിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക പല കാര്യങ്ങളും. വാക്കുകളും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്.
മക്കൾ അനുകൂലമാണ്, ജീവിത പങ്കാളി അനുകൂലമാണ്, തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ തൊഴിൽപരമായ നേട്ടങ്ങൾ, പുതിയ അവസരങ്ങൾ, പുതിയ പഠന കാര്യങ്ങളൊക്കെ തൊഴിൽ നടത്തുന്നത്, കുറേ കാര്യങ്ങളൊക്കെ ഭാവിയിൽ പ്രയോജനപ്പെടുന്ന കോഴ്സുകളൊക്കെ എടുക്കാനും ചേരാനും അത് പഠിക്കുവാനും ഒക്കെ മനസ്സ് വച്ചാൽ നടക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യവും മനസ്സും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിനൊരു ക്ഷീണം പൊതുവെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. വൃക്കരോഗങ്ങൾ, മനോരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ആസ്മയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. സഹോദരസ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരല്പം കുറയുന്ന ദിവസമാണ്. പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുകയും ചെയ്യാം. മുൻ വൈരാഗ്യം കൊണ്ടൊക്കെ ചില വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. കടബാധ്യത കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞാൽ അത് ദോഷകരമായി തീരും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമാണ്. മക്കളും അത്ര അനുകൂലമല്ല. ഈ വാതരോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണിത്. ഞരമ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വേദന ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നന്നായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ധനു മൂലം, പൂരാണം, ഉത്രാടം ആദ്യ കാൽഭാഗം, 4 ശനി, 9 കേതു. ധനുവിനെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമാണ്. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് ശാന്തമായി കൊണ്ടുപോകാൻ വളരെ എഫർട്ട് എടുക്കേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല. മനസ്സ്, ബുദ്ധി അനുകൂലമല്ല. ആരോഗ്യം അനുകൂലമല്ല. പൊതുവെ പൊള്ളൽ പോലുള്ള ഇതൊക്കെ പൊള്ളലൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. വാക്കുകൾ വളരെ ദോഷം ചെയ്യും. മുൻകോപം മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിലൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. കഫരോഗങ്ങളൊക്കെ ചില പ്രയാസം ഉണ്ടാക്കും. ജീവിത പങ്കാളി അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥത, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊതുവെ ദൈവാധീനം കുറയുന്ന ഒരു ദിവസം കൂടെയാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മകരക്കൂറ് ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു നേട്ടമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം മറ്റത്തേക്ക് മാറ്റിവെക്കുന്ന, പിന്നത്തേക്ക് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു കാര്യം പല കാര്യങ്ങളിലുണ്ടാകും. അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലദോഷം, കടബാധ്യത, അപകടങ്ങൾ, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ അപകടകരമായ തൊഴിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വാഹന സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർ, ഓടിക്കുന്നവരൊക്കെ അശ്രദ്ധമായിട്ടൊന്നും ഓടിക്കരുത്. അത് അപകടം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞരമ്പുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവർ, ന്യൂറോ ഡിസീസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് കലഹമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത വളരെ കുറവായിരിക്കും. ധനപരമായ കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷെ തൊഴിൽ രംഗത്ത് അല്പം നേട്ടമുണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗം ഗുണകരമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കുംഭം ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് കഴിയും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടായി കിട്ടുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിലൊക്കെ സ്വസ്ഥത ഉണ്ടാവും. ആത്മവിശ്വാസക്കുറവും അലസതയും ആരോഗ്യ പ്രശ്നങ്ങളും, മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ നിൽക്കാത്തതുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിലേക്ക് വലിച്ചു കയറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ആസ്മ, ഗർഭാശയ രോഗങ്ങൾ, മനോരോഗങ്ങൾ ഒക്കെ ഉള്ളവരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും.
ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം. എടുത്തുചാട്ടം മൂലം ചില കലഹങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മക്കളും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും, അതിൻ്റെ മേന്മയുണ്ടാവും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയില്ല, എങ്കിലും വലിയ ദോഷമൊന്നുമില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ തൊഴിൽ മേഖലയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നേട്ടങ്ങളുണ്ടാകും. എന്നാൽ ചില തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്യും. അത് പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കില്ല എന്നേ ഉള്ളൂ. അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ തടസ്സം ഉണ്ടാവും, പക്ഷെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല. മനസ്സനുകൂലമായിരിക്കും, ബുദ്ധി അനുകൂലമായിരിക്കും, വേണ്ടതുപോലെ പറയാനും കഴിയും. പക്ഷെ പ്രവൃത്തി കാര്യത്തിൽ ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം ഒന്നും ശരിയാവില്ല. പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും. പ്രത്യേകിച്ച് വാത പിത്ത രോഗമുള്ളവർക്ക് ഒട്ടും അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത, മറ്റുള്ളവരുമായി കലഹം, അഭിപ്രായ വ്യത്യാസം, മുൻകോപമുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. അതുകൊണ്ട് അവരുടെ വാക്കുകളൊക്കെ കേട്ട് എടുത്തു ചാടാനും ചെയ്യരുത്. സഹോദര സ്ഥാനീയരാണെങ്കിലും അനുകൂലമല്ല. അപ്പോൾ മറ്റുള്ളവരുടെ ഉപദേശത്തെ സ്വീകരിച്ച് ഒന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തം തീരുമാനങ്ങൾ, ഉപദേശങ്ങളൊക്കെ കേൾക്കാം, സ്വന്തം തീരുമാനത്തിനാണ് പ്രാധാന്യം കൊടുക്കാവൂ എന്ന് മനസ്സിലാക്കുക. ധനപരമായ കാര്യങ്ങളിലും ചില നഷ്ടങ്ങളൊക്കെ വരും. ആവശ്യങ്ങൾ നടക്കാനും പ്രയാസമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. വേണ്ടതുപോലെ ചെയ്ത് തീർക്കാനായിട്ട് തൊഴിൽ മേഖലയിൽ കഴിയില്ല. ഇതൊരു പൊതുഫലമാണ്. നന്നായി ഈശ്വരനെ വിചാരിക്കുക. ദോഷങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ അതുണ്ടാകാതിരിക്കാനായിട്ട് നന്നായി നമ്മൾ ശ്രദ്ധിക്കുക. ഈ ദിവസത്തെ മനോഹരമാക്കുക. അതാണ് ഞാൻ നക്ഷത്രഫലം ഇടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇതൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവാധീനം ഉണ്ടാക്കുക, നാമം ജപിക്കുക, ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയാൽ പോകുക. ദോഷമുള്ളവർ, ഈ കഠിന ദോഷം പറഞ്ഞിട്ടുള്ളവരൊക്കെ ഒന്ന് ക്ഷേത്ര ദർശനം കൂടെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് നാമം ജപിക്കുക. നാമം ജപിക്കുന്നതിന് സമയം വേണ്ട. നമുക്ക് നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ നാമം ജപിക്കാം. നാമം നമ്മുടെ ചുണ്ടിലൂടെ വരുന്നത് മനസ്സറിഞ്ഞില്ലെങ്കിലും കൂടാ. മനസ്സറിയാതെ ഒന്നും വരില്ല. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിപ്പോകില്ല എന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ആവാം. മാറിപ്പോകും എന്നുള്ളവർ ഇതൊന്നും ചെയ്യരുത്. അവർ കൃത്യസമയത്ത് മാത്രം ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.